12 ശിഷ്യന്മാരുടെയും പേരുകൾ എണ്ണി എണ്ണി പറയുന്ന സുവിശേഷ ഭാഗമാണ് നമ്മളിന്ന് വായിച്ച് കേൾക്കുന്നത്. ഈ എണ്ണപ്പെടാൻ കാര്യം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ, യേശുവിനവരെ ഇഷ്ടമായിരുന്നു. അതാണ് തുടക്കം തന്നെ. അവനിഷ്ടമുള്ളവരവൻ തിരഞ്ഞെടുത്തു, അവനിഷ്ടം തോന്നി, അവൻ വിളിച്ചു. അതാണ് ഫസ്റ്റ് ക്വാളിറ്റി. അങ്ങനെ വിളിച്ച് അവരൊരു സർക്കിളാക്കി മാറ്റി. യേശു ഒരു ഫ്രണ്ട്സ് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് തുടങ്ങി, ഇനി നിങ്ങൾക്ക് ഒരു അജണ്ടയുള്ളൂ, എൻ്റെ കൂടെ ആയിരിക്കണം, ഐക്യപ്പെടണം, പിശാചികളെ ബഹിഷ്കരിക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ 3 ലക്ഷ്യത്തിൻ്റെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഫ്രണ്ട്സ് സർക്കിളിൽ ക്രിസ്തുവരെ ഒരുമിച്ച് നിർത്തി. അതാണ് യേശുവിൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് യേശുവിൻ്റെ കാര്യത്തിൽ ഒത്തിരി അത്ഭുതം തോന്നാനുള്ള കാര്യം ഇത് തന്നെയാണ്. വെറുതെ എൻ്റെ ലൈഫ് എടുത്ത് നോക്കിയാൽ എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് ചോദിച്ചാൽ വിരലെണ്ണാവുന്നവരെ കാണത്തുള്ളൂ. എൻ്റെ കൃത്യമായ സർക്കിൾ അറിയാവുന്നവർ വിരലെണ്ണാവുന്നവരായിരിക്കും. ഇനി നിങ്ങളുടെ ജീവിതം എടുത്ത് നോക്കിയേ, എത്ര പേരുണ്ടാകും ഒരു ഫ്രണ്ട്സ് സർക്കിളിൽ? കുറേ അധികം പേരൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമായിട്ട് കാണണം. അത് എണ്ണത്തിൽ കുറവാണെങ്കിൽ അതൊരു കുറവായിട്ട് തന്നെ കാണണം. യേശുവിൻ്റെ ഏറ്റവും വലിയൊരു സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു 30-ാമത്തെ വയസ്സിൽ ഒരു 12 പേരെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ പറ്റി, അവരെ കൊണ്ട് നടക്കാൻ പറ്റി, ഒരു നാടിൽ അവൻ്റെ കൃത്യമായ പ്ലാനിൽ അവരെ കൊണ്ട് എത്തിക്കാൻ പറ്റി. അതെന്ത് ഗ്രേസ്ഫുള്ളാണ്. അവരൊരുമിച്ച് നടന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഒരുമിച്ച് അവരെ നിർത്തി ഒരു ഫ്രണ്ട്സ് സർക്കിൾ യേശു ക്രിയേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണ്ട നല്ലൊരു ഫ്രണ്ട്സ് സർക്കിളാണ് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. യേശുവിന് ഈ 12 പേരുടെ ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇതിൽ ഏറ്റവും അവസാനമൊക്കെ പറയുന്നത് അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്തെന്നൊക്കെ. എനിക്ക് തോന്നുന്നു അയാൾ മാത്രമല്ല ചേർക്കേണ്ടത്, ബാക്കിയുള്ള എല്ലാവരുടെ കാര്യത്തിനും ചേർക്കുകയാണെങ്കിൽ തള്ളിപ്പറഞ്ഞ പത്രോസ്, ഓടി ഒളിച്ച അന്ത്രയോസ്, മാറി നിന്ന ഫിലിപ്പോസ്, ഇങ്ങനെ എല്ലാവരിലും കുറവുകൾ പറയാനേ ഉള്ളൂ. കാര്യം കൃത്യമായിട്ട് എഴുതി വയ്ക്കുകയാണെങ്കിൽ 12 പേരും യേശുവിൽ നിന്ന് അവസാനം കടന്നു പോയവരാണ്, എക്സെപ്റ്റ് യോഹന്നാൻ. പക്ഷേ അങ്ങനെ പറഞ്ഞില്ല, യൂദാസിന് മാത്രമേ അത് പറഞ്ഞുള്ളൂ. കാരണം യേശുവിന് ഇവിടെ എല്ലാവരുടെയും സഹായമൊന്നും വേണ്ടിയിരുന്നില്ല. എങ്കിലും യേശു ഇവരെ ചേർത്ത് നിർത്തി. അതാണ് യേശുവിൻ്റെ ഏറ്റവും പോസിബിലിറ്റി, യേശുവിൻ്റെ ഒരു മനോഭാവം. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളുള്ള സ്ട്രോങ് ആയിരിക്കണം. നമുക്ക് വേണ്ടി നടക്കാനും നമുക്ക് വേണ്ടി സംസാരിക്കാനും ഒക്കെ ഒരു കൂട്ടം ഉണ്ടാകണം. നമുക്ക് ചിരിക്കാനും സന്തോഷിക്കാനും. യേശു ചെയ്ത മനോഹരമായ കാര്യമാണ് അവൻ്റെ ലൈഫിൽ അവൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അതാണല്ലോ സുവിശേഷത്തിൽ അവസാനിക്കുമ്പോൾ, ഇനി ഞാൻ നിങ്ങളെ ശിഷ്യന്മാരെന്ന് വിളിക്കില്ല, സ്നേഹിതന്മാരെന്ന് വിളിക്കും. അവർ ഫ്രണ്ട്സായിട്ട് മാറി ഒരു ഗ്രാജുവൽ പ്രോസസ്സിൽ. അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ കീപ്പ് ചെയ്താൽ എനിക്ക് തോന്നുന്നു നമുക്കും ക്രിസ്തുവിനെ പോലെ ഒത്തിരി ഓടാൻ പറ്റും, ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെ ഉള്ളിൽ മനസ്സിലാക്കുന്ന, നമ്മളെ തിരിച്ചറിയുന്ന, നമ്മളെ കൂടെ നിൽക്കുന്ന ചില മനുഷ്യർ നമുക്കും വേണ്ടേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.